ഒരു കല്യാണം ആലോചിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നോക്കാറുണ്ട് അല്ലേ? കുടുംബം, സാമ്പത്തികം, ജോലി, സൗന്ദര്യം, കുടുംബം, മഹിമ എല്ലാം. പക്ഷെ നമ്മളെപ്പോഴും വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്, അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ. ഞാനിവിടെ ഇത് പറയാൻ കാരണം ഈയിടെ വന്ന കുറച്ച് PCOD പോലെയുള്ള കേസുകളിൽ ഒരു 3 കുട്ടികൾ, 3 പേരും ഡിവോഴ്സ്ഡ് ആണ്. അതൊരു 4 വർഷം 6 വർഷത്തിനുള്ളിലൊക്കെ ഡിവോഴ്സ് ആയവരാണ് മിക്കവാറും. അപ്പോൾ അവരുടെ ജീവിതത്തിലൊരു പ്രധാന പ്രശ്നമായിട്ട് അവർ പറഞ്ഞത് ഇവർ വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കണമെന്നും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും എക്സസൈസും ഒക്കെ കൊണ്ടുപോകണമെന്നും ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലാണ് ഇവർ വളർന്നു വന്നിരിക്കുന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഒട്ടും ഒരു ഹെൽത്തിന് ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കാത്തൊരു സാഹചര്യം. വേറെ എല്ലാം കൊണ്ടും ഓക്കെ ആയിരിക്കാം. ഒരു 8 മണിക്കുള്ളിൽ ഭക്ഷണം കഴിച്ച് ഉറങ്ങിയിരുന്ന കുട്ടികളിൽ അതായത് ഹസ്ബൻഡ് ബിസിനസ്സോ കാര്യങ്ങളോ ആയിട്ട് ഹസ്ബൻഡ് വരുന്നതിന് 12 മണിക്ക്, അതിനുശേഷം ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നത് 1 മണിയാകും, എണീക്കുന്നത് താമസിക്കും, എക്സസൈസ് ചെയ്യാൻ നേരമില്ല. ഇതുപോലെ തന്നെ വളരെ ജങ്ക് ഫുഡും നോൺ വെജിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടായിരിക്കുക. അതിനെപ്പറ്റിയുള്ള കുറ്റപ്പെടുത്തലുകൾ, കമ്പാരിസൺ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഇമോഷണൽ കാര്യങ്ങൾ നമ്മൾ അറിയാതെ ജനറേറ്റ് ചെയ്യപ്പെടും. ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ ലൈഫ് സ്റ്റൈലും ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാനും അത് മുന്നോട്ട് വലുതാവാനും ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് സാധിക്കണം എന്നില്ല എങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തി, ആ തരത്തിലുള്ളൊരു മെൻറ്റാലിറ്റി ഏകദേശമെങ്കിലും ഉള്ള ഒരാളെ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യാത്തൊരു കാര്യമായിട്ട് കൂടെ ഇത് ആ കുട്ടികളുടെ ജീവിതത്തിൽ വളരെ വലിയ ഇഷ്യൂസ് സൃഷ്ടിക്കുകയും അത് അവസാനം ഡിവോഴ്സിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈലിലും ലൈഫിനോടും ഹെൽത്തിനോടും ഉള്ള അപ്രോച്ചിനും ഒക്കെ കുടുംബജീവിതത്തിൽ വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്.